ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരയുടെ തല മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കറിയാണ് വെക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വേപ്പില, തക്കാളി, നമ്മുടെ നാടൻ കുരുമുളകാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ്. പിന്നെ വെളിച്ചെണ്ണ, ഉലുവ, കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും, പിന്നെ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ പച്ചമുളക്, ഫിഷ് മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കടുക്, മല്ലിപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുപ്പിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് കടുക് ആഡ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഉലുവയും ആവശ്യത്തിന്, എല്ലാ ആവശ്യാനുസരണം നമ്മൾ ഇത്തിരിശ് നമ്മൾ അതിൻ്റെ കറക്റ്റ് പാകത്തിന് ഇട്ട് കൊടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അടുത്തത് ആഡ് ചെയ്യുന്നത്. അത് നമ്മൾ കുറച്ച് ആഡ് ചെയ്തു. അത് നല്ലോണം വഴറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ച മണമൊന്ന് മാറിക്കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഉള്ളി ആഡ് ചെയ്തു. ചെറിയ ഉള്ളിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് നല്ലോണം വഴറ്റുക. പിന്നെ അത് കഴിഞ്ഞിട്ട് തക്കാളി ആഡ് ചെയ്തു. അതും നല്ലോണം വഴറ്റിയെടുക്കുക. അതിനുശേഷം പച്ചമുളക് ആഡ് ചെയ്യുക. മീൻകറിക്കൊക്കെ എരിവ് നല്ലപോലെ ഇട്ടാൽ നമുക്ക് അതിനനുസരിച്ച് ടേസ്റ്റും നല്ല രീതിക്ക് കിട്ടും. പിന്നെ മീൻകറിക്കൊക്കെ എരിവ് നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു ആവശ്യത്തിനുള്ളത്. പിന്നെ മല്ലിപ്പൊടി അതും ആവശ്യാനുസരണം ആഡ് ചെയ്തു. പിന്നെ മുളക് പൊടി അതും ആവശ്യാനുസരണം ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഫിഷ് മസാല അതും ആഡ് ചെയ്തു. അതും ആവശ്യാനുസരണം ആഡ് ചെയ്തതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് മസാലയുടെ ഒരു പച്ച ചുവ മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. അത് ഈ ഒരു ഗ്രേവി ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ പച്ചക്കുരുമുളക് ഉണ്ടായിരുന്നല്ലോ, അത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. അപ്പോൾ അത് ആഡ് ചെയ്തു. അത് നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ പുളിയുടെ വെള്ളം, അതെന്ന് വെച്ചാൽ കുടംപുളി, അത് കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുളി വെള്ളം കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്തു, പുളി ഉൾപ്പെടെ. അതും ആഡ് ചെയ്തു. അതിനുശേഷം ഒരു തിള വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് അടുപ്പത്തായതുകൊണ്ട് തന്നെ കറിക്ക് നല്ല ആ മൊത്തം ഇതിൻ്റെ ഫ്ലേവർ നല്ലോണം നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു മണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളം നല്ലപോലെ ആഡ് ചെയ്യുക. എന്നുവെച്ചാൽ കറക്റ്റ് എന്നുവെച്ചാൽ ഗ്രേവിയിൽ പാകത്തിനായിട്ടുള്ള വെള്ളം അത് നല്ലപോലെ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുക.
അതിവിടെ ഉണ്ടായിട്ടുള്ള ഇവിടെ ഇവിടെ നട്ടു വളർത്തിയിട്ടുള്ള കറിവേപ്പിലയാണ്, അതും കൂടെ ആഡ് ചെയ്തു. പിന്നെ ആവശ്യാനുസരണം ഉപ്പും ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ തിള വന്നതിന് ശേഷം പിന്നെ കേര, അതിൻ്റെ തലയാണ്, അപ്പോൾ അത് പീസാക്കി വെച്ചിട്ടുള്ള അത് നേരെ ചട്ടിയിലേക്ക് ഇട്ടു. എപ്പോഴും മീൻകറി ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ ഞങ്ങൾ നൈറ്റാണ് വെച്ചത്. അപ്പം നൈറ്റ് വെക്കുമ്പോൾ അത് പിറ്റേ ദിവസം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒന്ന് ഇരിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുതലുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് തിളച്ചതിന് ശേഷം കറി റെഡിയായി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.